ഇമോഷണലി പാട്ട ഗേൾസ് അഗെയിൻ റീജോയിൻഡ്. രണ്ട് മൂന്ന് പേരും അനുവിന്റെ കരച്ചിൽ ഓക്കെ. അനുവിന്റെ കരച്ചിൽ നമുക്ക് അനുവിനെ ഇത്രയും ദിവസം കണ്ടുകൊണ്ടും ഒക്കെ ആയിട്ട് അനുവിന്റെ കരച്ചിൽ നമുക്ക് ജെന്യൂൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുന്നത് നമുക്ക് ഇപ്പം ഈവൻ നമ്മൾ ഇങ്ങനത്തെ ഒരു മൊമെന്റിലൂടെ പോകുമ്പോൾ ലൈക്ക് ഇപ്പൊ പലരും ഉണ്ട്, പല വീട്ടമ്മമാർ പോലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലൈവിലാണെങ്കിൽ അനുമോള് കരയണം കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരണു എന്നുള്ളത്. നമ്മുടെ ആരുമല്ലാത്ത ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരും ആയിക്കോട്ടെ കരയുന്ന കണ്ടിട്ട് നമുക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിന്റെ നന്മ എന്ന് പറയുന്നത്, മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദില നോറ അനുമോളായിട്ടുള്ള ഈ പാട്ടാ ഗേൾസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു സംഭവം നല്ല രീതിയിൽ വരികയും പെട്ടെന്ന് പൊട്ടുകയും ആൻഡ് ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുകയും ചെയ്തതാണ്. കാരണം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആദിലും നോറയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെന്റിന് തൊട്ട് മുമ്പ് വരെ അടുക്കളയിലാണ് കൂടുതൽ കണ്ടന്റ് കിട്ടുന്നത്. അനുമോള് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട് നിൽക്കുന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പൊ എഗെയിൻ അവർ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അനുവിന്റെ കാര്യത്തിൽ എനിക്കറിയാൻ പാടില്ല, അനു ഇതൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂടുതൽ. അനു പാവമായതുകൊണ്ട് ചിരിച്ചു കാണിച്ചാലും അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞു കാണിച്ചാലും അനുവിന്റെ മൈൻഡിൽ ഒരു ഒറ്റ തോട്ടേ ഉള്ളൂ, എന്നോട് ഇഷ്ടമാണ്. അപ്പൊ അയാൾക്ക് അറ്റാച്ച് ആവുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് നല്ല രീതിയിലെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റീജോയിനിങ് എന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട്. കാരണം അനു എന്ന് പറയുന്ന അനുവിനെ പോലത്തെ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ജെനുവിനോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അതിന്റെ ഉള്ളിൽ പൊട്ടിയ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റു പറഞ്ഞതോ മാപ്പ് പറഞ്ഞിട്ടുള്ള റീജോയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ല ഈ ഹഗ്ഗിന് ശേഷം എഗെയിൻ ഇനി ഒരു കുത്തിത്തിരിപ്പ്, പുറത്തിറങ്ങിയിട്ടൊരു കുത്തിത്തിരിപ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. എനിക്ക് തോന്നുന്നു പല വീട്ടമ്മമാർക്കും ഒരു പക്ഷെ അത് വേണ്ടായിരുന്നു, അത് ഒറ്റയ്ക്ക് നിന്നാൽ മതിയായിരുന്നു, അനുമോൾക്ക് അത് വേണ്ട, ഒരു കൂട്ടു വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവുമോ എന്ന് എനിക്കൊരു തോട്ട്. അപ്പൊ അങ്ങനെ ഇവരൊരു റീജോയിനിങ്ങിൽ അത് വേണ്ടായിരുന്നു. ഇനിയും രണ്ടാമതൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു വൈബ് വേണ്ട. അനുമോൾക്ക് മാച്ച് ആവില്ല ഈ ഒരു വൈബ്. ഇവര് ഓക്കെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്നാലും അധികം ഒരു ഇൻഡിവ് ഫ്രണ്ട്ഷിപ്പിൽ പോകണ്ട, അല്ലെങ്കിൽ ഒരു റീജോയിനിങ് വേണ്ടായിരുന്നു എന്ന് തോന്നിയവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.